ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഒരടിച്ചുപൊളി ട്രിപ്പിൻ്റെ ഒരു വൈബാണ് കേട്ടോ നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. നല്ലൊരു ട്രിപ്പായിരുന്നു. വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇവരുടെ ഈ ട്രിപ്പ് ഇവർ ആഘോഷിച്ചത്. ഇതെന്താണ് സംഭവമൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇത് വൈക്കത്ത് പള്ളിപ്രാത്തുശ്ശേരിയിലുള്ള സെൻറ്റ് ജോസഫ് LP സ്കൂളിലെ ടീച്ചേഴ്സും അവിടുത്തെ മറ്റു സ്റ്റാഫുകളും എല്ലാവരും കൂടി ഒരു പിക്നിക്ക് അങ്ങ് പോയി. ആ പിക്നിക്കിൻ്റെ ഒരു വൈബിലാണ് കേട്ടോ അവരിപ്പോൾ ഉള്ളത്. അടിച്ചുപൊളി ട്രിപ്പായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളും എൻജോയ് ചെയ്യാൻ ഞങ്ങളുടെ കൂടെ പോരുന്നോ? ഇവർ പോയ സ്ഥലങ്ങളെന്ന് പറയുന്നത് അൽഫോൻസാമ്മയുടെ ഭരണങ്ങാനത്ത് പള്ളിയിൽ പോയി. പിന്നെ അവിടെ നിന്ന് നേരെ വാഗമണ്, അവിടുത്തെ മൊട്ടക്കുന്നുകളും പൈൻ വാലികളും പിന്നെ അവിടെ നിന്ന് പരുന്തുംപാറയും ഒക്കെയാണ് അവർ പോയ വഴി കണ്ടു വന്ന കാഴ്ചകൾ. നമുക്ക് അവരുടെ ഈ ഒരു അടിച്ചുപൊളി ട്രിപ്പിൻ്റെ ആ ഒരു വൈബിലോട്ട് അങ്ങ് കിടക്കാം കേട്ടോ. നമ്മൾ കൂടുതൽ പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കുന്നില്ല. കിടിലൻ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അവർ അടിച്ചുപൊളി ട്രിപ്പായിരുന്നു. വളരെയധികം എൻജോയ് ചെയ്തു. നിങ്ങളും എൻജോയ് ചെയ്യാൻ പോരുന്നോ? കണ്ടു വെക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ടൂറിസ്റ്റ് കമ്മിറ്റിയുടെ ഹെഡായ സിസ്റ്റർ, പിന്നെ എല്ലാ ടീച്ചർമാർക്കും, നമ്മുടെ ഡ്രൈവർ അങ്കിമാർക്കും, നമ്മുടെ ആന്റിമാർക്കും, വണ്ടി ഓടിക്കുന്ന ഡ്രൈവർകളും എല്ലാവരെയും ഇവിടെ ഇന്നത്തെ ടൂറിലേക്ക് വളരെ കമ്പമായി സ്വാഗതം. ആഫ്രിക്കൻ പായല് നേരെ നേരെ നീലത്താമര. അമ്പല അമ്പൽ താമര അമ്പൽ. എന്തൊരു അടിച്ചുപൊളിക്കാൻ പോവാണ് കേട്ടോ. നിങ്ങളും കൂടുന്നോ? ജോലി കിട്ടിയ ശേഷം അവർ ചിന്തിച്ചിരുന്നതാണ്. അതിന് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജിലാണ് പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 14-13 വയസ്സ്. ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണ്ട, അറ്റാക്ക് ആയിട്ട് ഇറങ്ങിപ്പോകേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ടൂറിസ്റ്റ് ചാനലിനെ തിരഞ്ഞെടുക്കാം. അപ്പൊ നമ്മുടെ പുതിയ അതിഥി കൊച്ചാണല്ലോ, കൊച്ചിനെ കൊണ്ട് നമുക്ക് എല്ലാരും പ്രാർത്ഥിച്ചോട്ടാ. അപ്പോൾ ഇന്നത്തെ ഭാഗ്യവാനും ഭാഗ്യവതി ആരാണെന്ന് നമുക്ക് നോക്കാം. വളരെ ഭാഗ്യവതിയായിട്ടുള്ള ലൂസി ടീച്ചറാണ്. എരിയും ജീവിതകാരം കഞ്ചാവൊത്ത് തുരുത്ത് വലിച്ച് രസിച്ചു പുകയ്ക്കാൻ മെട്രിക് ബാച്ചിലർ മാസ്റ്റേഴ്സ് എല്ലാം ഭൂമിച്ചേരും ധൂമത്തെന്നിൽ ജീവിതമാവാവിച്ചു ജപിക്ക സ്വപ്നം കത്തി എരിയും ചിതയിൽ പട്ടട നർത്തനമാടിയിട ചുടലക്കളമതിൽ തടന നടനമാടിയിട ചോര തിളയ്ക്കും ചെറുകൈകളിൽ കാലം തൊട്ടൊരു കയ്യാമവുമായി തറവറയിലൊരു വഴി കാണാത്തോനായി ഒരു വഴി ഇടവഴി പെരുവഴി കൈവഴി ഒരു വഴി ഇടവഴി കൈവഴി പെരുവഴി പലവഴി തോറും അലഞ്ഞിട്ടൊടുവിൽ വീണ്ടും വായിക്കുന്നുള്ളൂട്ടാ. ഇരുളും നിഴലും ഇണചേരുന്നൊരു ഇരുട്ടറയിൽ സ്വയം ബന്ധിതനാവാൻ തോൽവാർ പൊട്ടി തൊലിതേഞ്ഞൊരു കാലിൽ തൈലം തേച്ചുതിരം കത്തികിടക്കാൻ ഒരു ജന്മമോഹം ഒഴുകെങ്ങോ യാഥാർത്ഥ്യത്തിൻ ചേളുകളേറ്റു തകരും സുരഭാവര ഗോപുര നടകളിൽ അലറി വിളിച്ച് കരഞ്ഞു തളരാൻ ഉറഞ്ഞുതുള്ളാൻ ഉടച്ചു വാക്കാനെല്ലാം തകർത്തെറിയാൻ ഒരു പുതുപുലരിയെ വരവേൽക്കാൻ കിഴക്കേ ചെറിയ തിരി കത്തുന്നൊരു ചുവന്ന പുലരിയെ വരവേൽക്കാൻ യൗവനത്തിനിവിടെ തറവറ മാത്രം, യൗവനമിവിടെ മോഹത്തിൻ പത്തട മാത്രം, വെറുമൊരു ഭാവന മാത്രം, വെറുതെയെങ്കിലും ഒരു സ്വപ്നം ഞാനും നെയ്യട്ടെ നീലക്കടലിലിറങ്ങാൻ നിലാവിലുറങ്ങാൻ ഒരു സ്വപ്നം കണ്ടു മയങ്ങാൻ
ആരെങ്കിലും ഈണോട്ടെ അവതരിപ്പിക്കേണ്ടവർക്ക് കുറച്ച് സമയം കലാപരിപാടികൾ അവതരിപ്പിക്കാം. ആദ്യമായിട്ട് കുഞ്ഞച്ചേട്ടൻ്റെ അതിന് നമുക്ക് അന്വേഷണം കഴിക്കാനുള്ളതാ. അടുത്തതായി നമ്മുടെ കുഞ്ഞച്ചൻ ചേട്ടന്റെ അതിമനോഹരമായ ഒരു പാട്ട്. മൈക്കുണ്ടായിരുന്നെങ്കിൽ നമുക്ക് മൈക്കുണ്ടായിരുന്നെങ്കിൽ ട്രെയിൻ എടുക്കും. പൊതുവെ അങ്ങനത്തെ ഒരു ഇത് മറ്റേ സ്ലോ മോഷനൊക്കെ ആക്കി ഇട്ടാൽ മതി അല്ലേ? ഇനി വേറൊരു സ്ഥലം ഇതുപോലെ ഇറങ്ങുന്ന എല്ലാവരും കൂടി ഭയങ്കര ഒരു അടിച്ചുപൊളി മൂഡായിരുന്നു എന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായെന്ന് കരുതുന്നു കേട്ടോ. വളരെയധികം എൻജോയ് ചെയ്തു എന്നാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അവരുടെ ആ ഒരു അടിച്ചുപൊളി ട്രിപ്പിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലൂടെ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഞാനും സന്തോഷിക്കുന്നു കേട്ടോ. ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരും പിക്നിക്കൊക്കെ കഴിഞ്ഞ് വന്നു. അങ്ങനെ അവരെടുത്ത കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടി. അതെല്ലാം നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് കേട്ടോ. ഇനി അവരുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതും കൂടി നമ്മുടെ ഈ ചാനലിലൂടെ ഞാനിതാ കാണിച്ചു തരുവാണേ.